സ്വയംവര ചന്ദ്രികേ എല്ലാവിധ ആശംസകളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റണോ? അത് നീക്കണം കുറച്ച്. അവര് കമ്പടുത്ത് നീക്കാതെടാ. വെൽക്കം നഷ മറിയം. എല്ലാവരും ക്ലാപ്പ് ചെയ്ത് നഷ മറിയത്തെ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വെൽക്കം. സുഹൃത്തുക്കളെ, യുവൻഡസിലെ മെമ്പർമാരെ, മീറ്റപ്പ് ഇവിടെ തുടങ്ങേണ്ട സാഹചര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങളുടെ ഒരു ആഗ്രഹം മാത്രം തുടങ്ങിയത് ആ ഒരു ഉദ്ദേശത്തിലാണ്. കൂടുതൽ ഞങ്ങൾ എന്താ പറയാ, ലഹരി പദാർത്ഥമായിട്ടോ സിന്തറ്റിക് ലഹരി പദാർത്ഥമായിട്ടോ ഒന്നും ഉയരങ്ങളിൽ എത്തി. ഇതിനു മുമ്പ് അവൾക്ക് ഞങ്ങളൊരു കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അവൾ വരാൻ നേരം വൈകും എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളത് മാറ്റിവെച്ചു. അപ്പോൾ ധൈര്യമായിട്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവളെ വിളിക്കാം. അങ്ങനെ ഈ മോളിവിടെ ഉയരങ്ങളിൽ എത്തി. നമ്മുടെ ഈ പ്രദേശത്തുള്ള നഷ മറിയം, ഇർഷാദ് കുഞ്ഞിപ്പ എന്ന ഇതേ പ്രദേശത്ത് തന്നെ വേറൊരു അദ്നാൻ എന്ന് പറയുന്ന ഒരു മോനും ഫുട്ബോളിൽ മോഹൻ ബഗാന്റെ ഒരു പ്ലെയർ ഇവിടെ ആരംഭിക്കുകയാണ്. കൂടുതലായിട്ടൊന്നുമില്ല, നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം. ഞങ്ങളെ കുറച്ച് മൊമെന്റോ ഉണ്ട്, ഗിഫ്റ്റുകളുണ്ട്, ഫ്രൂട്ട്സ് കട്ടിങ് ചെയ്ത ഇപ്പോഴത്തെ ട്രെൻഡിങ്. പിന്നെ ഇതിന് ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പെട്ടെന്നുണ്ടായൊരു പരിപാടി ആയതുകൊണ്ട് ങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞങ്ങളെല്ലാവരും ഇവിടെ ഒരേപോലെ കളിച്ചു വളർന്ന ആൾക്കാരാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. പലർക്കും പല ഭാര്യമാരെയും അറിയില്ല, മക്കളെ അറിയില്ല. അനസ് പറഞ്ഞു, യുവൻഡസ് ക്ലബ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാര് അതെല്ലാം നിങ്ങളും അറിയുന്ന പരിപാടികളാണ്. സ്ഥിരമായി ഓണാഘോഷം, നോമ്പുതുറ ഉൾപ്പെടെയുള്ള പരിപാടികൾ യുവൻഡസ് ഇവിടെ സംഘടിപ്പിച്ചു വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒക്കെ ഒരു ആശങ്കയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ യുവൻഡസ് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ
കൂട്ടായ്മകളിലൂടെയൊക്കെ തന്നെ യുവന്തസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതാണ്. അതൊരു മാതൃക തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മളെ തൊട്ട അയൽവക്കത്തു നിന്ന് ആ അംഗീകാരം കിട്ടുന്നു എന്ന് പറയും. ഈ കുടുംബങ്ങളെ ആകെ, ഈ ചെറുപ്പക്കാരെ ആകെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അറിയിക്കുക. എന്താ ഒരു പേടി ഭയം പോലെ ഉണ്ട്. അത് എന്താ വെച്ചാല് സന്തോഷം കൊണ്ടാണ്. ഞങ്ങള് ഇത് ഇവിടെ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു, നിങ്ങളാരും വരൂലേ, പല ആൾക്കാരും പല ബാപ്പമാരെ മക്കളല്ലേ, നിങ്ങൾ വിളിച്ചാൽ വരൂലേ, എൻ്റെ ഭാര്യനെ കൊണ്ടുവരൂലേ എന്നല്ലേ. നിങ്ങളെല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കണേ കണ്ടപ്പം മനസ്സിക്കില്ല ആ സന്തോഷം കൊണ്ടാണ് സംസാരിക്കാനുള്ള ആ ഒരു ഇത് ഉള്ളത്. അല്ലാതെ സംസാരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം എനിക്കില്ല. ആ സന്തോഷം കൊണ്ടാണ് നിങ്ങളെല്ലാരും ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഉള്ള ആ സന്തോഷം കൊണ്ടുള്ള ഒരു വിക്കാണ്. അപ്പൊ എല്ലാരും ഇന്ന് അടിച്ചു പൊളിക്കുക, സംഗതി ഉഷാറാക്കുക. ഇത് നിങ്ങൾ ഉഷാറാക്കി തന്ന അടുത്തതും ഞങ്ങൾ ഇതിലേറെ ടോപ്പാക്കി നിങ്ങൾക്ക് തരും. ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വരണം, അത്രേ ഉള്ളൂ. നിങ്ങളത് മടിയായിട്ട് അവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിനി മൊമെന്റോ ഇതിലേക്ക് കിടക്കാണ്. അതിന്റെ മുമ്പ് നമ്മള് പാട്ട് സ്നേഹത്തിൽ പൂത്തിരി കത്തുമ്പോൾ ഒന്ന് മാത്രത്തിനാ രണ്ടൊപ്പം കൊടുക്കേ. മറ്റങ്ങട്ടേക്ക് റോഡ് ബ്ലോക്ക് ആക്കിയ ആദ്യം ആരെ എടുക്കണോക്കട്ടെ, അയ്യവാ അസ്കറേ ആദ്യം അങ്ങോട്ട് പോയി. അറിയില്ല, ഭയങ്കര മടി. കുട്ടിക്ക് വീഡിയോക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ. വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരു കണ്ടു ലേറ്റായി വന്നിരിക്കുന്നു. കല്യാണക്കുറി കാണിച്ചിട്ട് കയറിയാൽ മതി ലേറ്റ് അതിനോട്.
Love in your eyes, sitting silence by my side, going on, holding and making sign to the ഓക്കെ, ഇനി ആരല്ലേ നന്നാ ഇനി ആരല്ലേ അനീഷിന്റെ കുട്ടി വരുന്നുണ്ട്. ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദ് നബിയുള്ള. പേരെത്താ? പേര് വാട്ട് ഈസ് യുവർ നെയിം? പേരെത്താ? പറഞ്ഞു എല്ലാരും പേര് കേട്ടില്ലേ? പേരെത്താ? ആരിസിന്റെ കുട്ടിയാണ്, ഓൻ പാട്ടനെ പാടാണ്. പേര് പറഞ്ഞ ആദ്യ ആദി. ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കി. വന്ന് പങ്കെടുത്തല്ലോ. അസിയാനാണ് കേട്ടോ, അസിയാൻ. ഇനി അടുത്ത ആരാണ്? അടുത്തത് പാട്ട് പാടാൻ കഴിയുന്ന പെണ്ണുങ്ങളുണ്ടോ? ഒരു കഴിവില്ല ഞങ്ങൾ ആരും പെണ്ണുങ്ങൾക്ക്. ഒരു സംഘകാരം പാടിയാലും മതി. ആരെങ്കിലും മറ്റേ പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? ഓനെ കുറ്റത്തേന് പറയണേ. അനീഷിന്റെ കുട്ടി പാടുന്നു. ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആളാണ്. എല്ലാ സംഗതിയും എന്താ പറയാ ഒക്കെ ഈക്വലായ കാര്യം. ഇനി പോവാൻ വെട്ടിയാലും വേണ്ടില്ല, സംഗതി കണക്കേ കാരം. വെട്ടിയെന്നുണ്ടെങ്കിൽ വെട്ടി തന്നെ പറയും. സംഗതി വാർഷിക കണക്കില് സംഗതി ഫുള്ള് റെഡിയ കാരം. ഇനി അടുത്ത ആരേലും ഉണ്ടോ? അടുത്ത ദിയ. അത് നീയ, ഇത് ദിയ. പാടത്തിനോരത്തെ വീട്, ഓലമേഞ്ഞുള്ളൊരു വീട്, പൂണ്ടൊര പൈതൽ പിന്നെ അയ്യോ പാർപ്പുക പോയി, മക്കളെ ഓർത്ത് ഭയന്നു പോയി, പിന്നെ ആ ചുണ്ടയിൽ ചാടി വെട്ടി, മക്കൾക്കു വേണ്ടി പിടഞ്ഞു വീണു, പിന്നെ ആ ചുണ്ടയിൽ ചാടി വെട്ടി, മക്കൾക്കു വേണ്ടി. അച്ചമ്മയിനിയും പറയുകില്ലേ, പോയെന്നു വളർന്നു വരും എന്നുള്ളൊരു പെണ്ണിനെ കണ്ട്
ഒരു പാട്ട് പാടൂ. പാടുവോ? പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലാതെ ആരൊക്കെ ഏതാന്നുള്ളത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എന്റെ പെണ്ണുങ്ങൾ തന്നെ ആയിക്കോട്ടെ. വാ കുട്ടികളെ വിളിക്കാറ് കുട്ടികളെ അനസിന്റെ രോമാഞ്ചമായ അനസിന്റെ വൈഫാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയണേ, പലർക്കും ഇന്ന അറിയില്ല, അനസിനെ നന്നായിട്ട് അറിയും, ഇന്ന അറിയില്ല എന്ന് പറഞ്ഞ്. ഇപ്പോഴാണ് ശരിക്കും അനസിന്റെ വില ഈ ഒരു പരിപാടിയിലാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ മഹാ വ്യക്തിത്വത്തിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാ, പഠിച്ചവരെ സ്തുതിക്കുന്നു. എന്ത് പറയുന്നു ഭാര്യയെ കുറിച്ചിട്ട്? ഞാൻ അസ്കർ അലിന്റെ വൈഫാണ്. ഈ വീട്ടില്, ഈ മുന്നിലുള്ള വീട്ടിലുള്ള. പിന്നെ എന്നെ കുറിച്ച് കുറെ, എനിക്ക് മക്കളുണ്ട്. ഒന്നിത്, രണ്ടാമത്തത് റയാൻ ഗസാലി 7ാം ക്ലാസ് പഠിക്കണേ. 1ാം ക്ലാസ്സിലാണ്. ഉൽപ്പത്ത് ട്രിപ്പഞ്ചി സ്കൂളിലാണ്. രണ്ടാൾക്കാരും ഇത്രയൊക്കെ തന്നെ. എന്റെ പേര് സുബിൻ, എന്റെ വൈഫാണ് പേര്. എടാ എനിക്ക് അറിയില്ല, എണീറ്റിക്കാൻ പറയും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇരുന്ന് പറഞ്ഞാൽ അടുത്ത ശ്യാബലി. ഷാബലി കംഫിയാർ. എന്റെ പേര് പറഞ്ഞാ മതി. ഷാബലിന്റെ വൈഫാണ്. എന്റെ പേര് പറഞ്ഞാ മതി. പേര് പറഞ്ഞാൽ നിക്കണോന്റെ ആദ്യമായിട്ടാണ് മൈക്ക് പിടിച്ച് സംസാരിക്കണേ. കിട്ടിയില്ലേ? വേറെ ആരും ഇല്ലല്ലോ, പിന്നെന്താ പേടിക്കാന്? പരിചയപ്പെടുത്താനല്ലേ. അവനാന്റെ പേര് പറയാ, അഡ്രസ്സും തൽക്കാലം ഉമ്മറല്ലേ. അയ്യോ ദുഃഖി മുഖം കിട്ടണില്ലല്ലോ. ആണ് പോട്ടെ പോട്ടെ. ബാബാല പേര് പറഞ്ഞാൽ മതി. പേര് പറഞ്ഞാൽ മതി. പേര് പറയും. എണീറ്റിക്ക്. അതെ അതെ പറ. ഞാൻ ഫർസാന, റിയാസിന്റെ വൈഫാണ്. റിയാസ് എവിടെ? ഇത് റിയാസിന്റെ ആണോ? എവിടെ റിയാസ്? എവിടെ ഇവിടെ നിക്ക? ലിവൻ. ഓക്കെ സെറ്റ്. നെക്സ്റ്റ് ഋതുകൃഷ്ണ, അഗ്നയകൃഷ്ണ. എവിടെ ഷീജ? എവിടെ എവിടെ ഷീജയാണ്? എവിടെ ആൾക്കാർ കാണട്ടെ? എന്റെ ഭാര്യയാണ് പ്രിയങ്ക. 2 മക്കളുണ്ട്, വിദ്യ, ഋതിക. എന്നൊക്കെ എല്ലാരും കാണട്ടെ. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, ആദിശ്രീ, അശ്വനന്ദ. വേണ്ടോ? എന്ത് ലാൽസലാമോ ഇതെന്താ?
രണ്ടും വേണ്ടേ? ചോറും വേണ്ടായിരുന്ന രസം എന്നാ യോയ അടിക്കാൻ താല്പര്യമുള്ള അടിച്ചോളി. എവിടെ ആക്ഷൻ? പെണ്ണുങ്ങളോടെ അല്ലെങ്കിൽ കഞ്ഞിക്കാനല്ലേ അന്നോന്ന് തോൽക്കലാണ്ടല്ലേ. ഹലോ, ഈ ഗിഫ്റ്റ് ബോക്സിൽ ഒന്നിൽ സ്വർണ്ണ നാണയമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ലേറ്റ് ആണല്ലോ. അടുത്ത സിയാബലി ഷിജുവാണ് കേട്ടോ, ഷിജുവാൻ ഫാമിലി. ആ ഒരാൾ കൂടെ ഉണ്ടല്ലോ. അടുത്ത യൂസഫ് ആൻഡ് ഫാമിലി. അത് കഴിഞ്ഞിട്ട് രതീഷ് ആൻഡ് ഫാമിലി. രതീഷിന്റെ കഴിഞ്ഞിട്ട് റിയാസ് എന്റെ ഫാമിലി എടുക്കും. അത് കഴിഞ്ഞിട്ട് മുസ്തഫ കേട്ടി ഓക്കെ അന്നെ കാണാന് കിട്ടി. അത് കഴിഞ്ഞിട്ട് അനീസ് ലൈറ്റ് അടിക്കുന്നുണ്ട്. മോളെ
റിയാസിന് മോളെ ഇങ്ങോട്ട് വാ ഫോട്ടോ വിളിക്കൂട്ടാ. റിയാസ് അത് കഴിഞ്ഞിട്ട് വിളിച്ചോ. ആപ്പ കൊടുക്ക്. തുടങ്ങി അടി. സംസുദ്ദീൻ, സംസുവിന്റെ കഴിഞ്ഞിട്ട് സനൂപ്. മോളൂസ് പിടിക്ക്. അത് കഴിഞ്ഞിട്ട് മുജീബ്. മോളിങ്ങോട്ട് മാറി. ഫാമിലി മുജീബ്. ഇങ്ങോട്ട് എല്ലാരും ഇങ്ങോട്ട്. ഫ്രെയിമില് ഫോട്ടോ ഫ്രെയിം. കിട്ടിയോ? ഹായ് വാ സെറ്റാ. ഫോട്ടോ എടുക്കണോ? വെയിറ്റ്. വർണ്ണിക്കാൻ കട്ടകളിയിലെ വില്ലൻ, കട്ടമറിക്കുന്ന വില്ലൻ ദീപു അമ്പാടിയിൽ മീഡിയ വിംഗ് നയിക്കുന്നവൻ ദീപു അമ്പാടി. അടുത്ത ഫംഗ്ഷന് ഫാമിലി ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ദീപുവിന് എത്രയും പെട്ടെന്ന് ഒരു ഫാമിലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. എല്ലാവരും ഒന്ന് ഉത്സാഹിക്കേണ്ടതാണ്. ഓൻ പറഞ്ഞെന്താ വെച്ചാല് ഇപ്പൊ ഭയങ്കര ഹാപ്പിയിലാണെന്നാണ്. നിങ്ങളൊക്കെ എവിടെയെന്നു? പിന്നെ നേരത്തെ കണ്ടു.